നമസ്കാരം. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് ഒരു മലയാളം. എന്നാൽ ഒരു മലയാളിക്കും മലയാളമില്ല എന്ന് പറഞ്ഞത് കവി കുഞ്ഞുണ്ണി മാഷാണ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ. 6 കോൺഗ്രസ്സിന് ഒരു ഗ്രൂപ്പ്, അര കോൺഗ്രസ്സിന് 3 ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലും കോൺഗ്രസ് ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന അവകാശവാദം കൊണ്ടോ റോയൽ ഫാമിലിയോടുള്ള അടിച്ചുതളിക്കാരുടെ കമ്പം കൊണ്ടോ അല്ല വെറും സാധാരണ മനുഷ്യർ കോൺഗ്രസിനൊപ്പം കൂടിയത്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധി വടക്കൻ ചൊവ്വയായി അവതരിച്ച് ജനാധിപത്യം ഇല്ലാതാക്കിയപ്പോഴും ശരാശരി കോൺഗ്രസ് നേതാക്കൾ അവരുടെ ജനാധിപത്യ സംസ്കാരം കൈവെടിഞ്ഞില്ല. നമ്പർ 10 ജൻപതിലെ അടുക്കള വഴി കയറി പാത്രം കഴുകിയും തോട്ടം നനച്ചും കൊടുത്തവരൊക്കെ നല്ല നിലയിൽ നേതാക്കന്മാരായി വളർന്നു. നാലാലൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ആശ്രിതരെ കൈവിടുന്നവരായിരുന്നില്ല ആ കുടുംബം. അതോടെ ഉൾപാർട്ടി ജനാധിപത്യം ബൈ അപ്പോയിൻമെൻറ്റ് മാത്രമായി മാറി. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് നെയ്ക്കുമ്പളങ്ങ പോലെ ശരീരം മുറ്റിയവന്മാർ നന്ദികേടിൻ്റെ പര്യായമായ എത്രയോ കഥകൾ ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് പറയാനുണ്ട്. അതൊന്നും സാധാരണ കോൺഗ്രസ്സുകാരനെ ബാധിക്കുന്നതേയല്ല. അവരിന്നും കൈപ്പത്തി കണ്ടാൽ വോട്ട് ചെയ്യും. അത് നാളെ ഈ പാർട്ടി എന്നെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുമെന്ന് കരുതിയൊന്നുമല്ല. കോൺഗ്രസ് എന്നതൊരു സംസ്കാരമാണ് അവർക്ക്. ആ ഒരു ചിന്ത കൊണ്ടാണ്. കഷ്ടകാലത്തിന് ഇതറിയാത്ത നെറികെട്ട നേതാക്കന്മാരുടെ കയ്യിലാണ് കോൺഗ്രസ് ഇപ്പോൾ. ഏതവൻ പല്ലക്കേറിയാലും എൻ്റെ മോൻ ചുമക്കണമെന്ന പഴഞ്ചൊല്ല് പോലെ ഏതവനിവിടെ ഭരണത്തിൽ കയറിയാലും സാധാരണ മനുഷ്യൻ്റെ മുതുകൊടിയും. തേച്ചുകുളിയും പിടിച്ചുപറിയുമായി നടക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ അടിച്ചിറക്കി ചാണകവെള്ളം കുടയുന്ന ദിവസം കാണാൻ കഴിഞ്ഞ 9.5 വർഷമായി ഈ നാട്ടിൽ ഈ ദുർഭരണത്തിൻ്റെ കഷ്ടതയനുഭവിക്കുന്ന മനുഷ്യർ കാത്തു കഴിയുകയാണ്. എങ്ങനെയെങ്കിലും ഈ മുടിഞ്ഞ കോൺഗ്രസ് ഒന്ന് നന്നായി കാണാൻ അവർ വല്ലാതെ ആഗ്രഹിച്ചു പോയി. എരണം കെട്ട ഈ ദുർഭരണം ഒന്ന് അവസാനിച്ച് കാണാനാണ് അത്തരക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവന്മാർ നന്നാകുന്ന ലക്ഷണമേ അല്ല. ഏതോ പൂവൻകോഴി കൂവിയതും ഏതോ പിടക്കോഴി മുട്ടയിട്ടതുമായ ഒരു കഥയുടെ വാലിൽ പിടിച്ച് ധർമ്മിഷ്ഠന്മാരുടെ നേരനുജനായ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിറക്കി വിട്ടു. അത് നല്ലത് തന്നെ. വിരൽ തുമ്പുകൊണ്ട് പോലും പരിശുദ്ധരായിരിക്കണം നമ്മുടെ പാർട്ടി. മുട്ടയിട്ട കോഴിയെ തേടി അന്തങ്ങളും കമ്മികളും ക്രൈംബ്രാഞ്ചും നാടാകെ നടന്നിട്ടും ഒരു ചീമുട്ട പോലും കിട്ടിയില്ല. ദുർമാർഗിയായ ഒരുത്തൻ്റെ കഥ കഴിച്ചതോടെ കോൺഗ്രസിലെ സകല കുഴപ്പങ്ങളും തീർന്നുവെന്നും നാളെ മുതൽ സദാചാരത്തിൻ്റെ ത്രിവർണ്ണ പതാക കൂടുതൽ ഉയരത്തിൽ പാറുമെന്നും കരുതി. പക്ഷേ ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിനെതിരെ മുണ്ടും ചൊരച്ചു കയറ്റി ഒരുത്തൻ വലിയ വായിൽ വിളിച്ചു പറഞ്ഞതൊന്നും ഈ സതീശനും ധർമ്മിഷ്ഠന്മാരും കേട്ടിട്ടില്ലേ? ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എൻ്റെ അപ്പായുടെ ഓർമ്മ ദിവസം എന്നെ ചുമതലയിൽ നിന്നും നീക്കി. എനിക്ക് വലിയ വിഷമമുണ്ടായി. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ രാജിവെക്കുമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഇത്ര അച്ചടക്ക രാഹിത്യത്തോടെയാണ് ഈ ചെറുപ്പക്കാരൻ മാലോകരോട് വിളിച്ചു പറഞ്ഞത്. എന്താ ഉമ്മൻചാണ്ടിയുടെ മകന് മാത്രം ഈ പാർട്ടിയിൽ എന്തും എവിടെയും തുറന്നു പറയാനുള്ള അവകാശം നൽകിയിട്ടുണ്ടോ? അപ്പയുടെ ഓർമ്മയിൽ പിടിച്ച് ഇയാൾ കളി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അപ്പനെ നരകത്തിലേക്ക് എറിഞ്ഞ് പടുമരണം വിധിച്ച് നാണക്കേടിൻ്റെ ഓടയിൽ വലിച്ചിട്ട് ബലാത്സംഗ വീരനാക്കി ചിത്രീകരിച്ച പിണറായി വിജയൻ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഉത്തമ പുരുഷ സർവനാമമാണ്, മികച്ച മാതൃകയാണ്. കാളച്ചന്തയിൽ നിന്ന് വിളിച്ചു കൂവുന്നത് പോലെയാണോ ചാണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? താൻ പറയുന്ന വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുമെന്നും അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുമെന്നും എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ചാണ്ടി ഓർക്കാതെ പോയത്? അപ്പനുണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് എൻ്റെ നോമിനിയെ നിയമിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കേരളത്തിലെ കോൺഗ്രസിനെ മുടിച്ച ഇത്തിൽ കണ്ണികളായ ഗ്രൂപ്പുകൾ പിന്നെയും തലപൊക്കുകയാണല്ലോ. നിങ്ങൾ പുനഃസംഘടനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ സകല ചാനലിലും ജനം കണ്ടു. തത്സമയം പാർട്ടി വിടുന്ന ഒരു ഫീലായിരുന്നു നിങ്ങളുടെ വാക്കുകൾക്ക്. ഏതെങ്കിലും ഒരുത്തിൻ്റെ വായിൽ നിന്നും പാർട്ടി വിരുദ്ധത വീഴുന്നുണ്ടോ എന്നറിയാൻ കോലുമായി നടക്കുന്ന സകല മൈക്കിലും നിങ്ങൾ കയറി കടിച്ചു. തൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടില്ല എന്നതിനാൽ പാർട്ടി നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പോലും നിങ്ങൾ പാടെ മറന്നു. റാന്നിയിൽ പാർട്ടി സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയിലെ ഉദ്ഘാടകനായി നിങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചു. ആ നിമിഷം ഇദ്ദേഹത്തെ തെരണ്ടിവാലിന് കുമിറ്റി ഇറക്കിവിടേണ്ടതായിരുന്നു. പെണ്ണുകേസിൽ ആരോപണ വിധേയനായവനോട് കാണിച്ച അതേ നടപടി ഇവിടെയും വേണമായിരുന്നു. പാർട്ടിയെ പുച്ഛിച്ച് പരിപാടി ബഹിഷ്കരിച്ചവൻ എങ്ങനെയാണ് ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത്? ഇപ്പോൾ ചാണ്ടി ഉരുണ്ട് കളിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന്
നാട്ടുകാരോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതല്ല, ഞാൻ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു? ഇങ്ങനെ വളച്ചൊടിക്കാനും വെട്ടിമാറ്റാനും പാകത്തിന് വർത്തമാനം പറയാതിരിക്കുക. മാധ്യമങ്ങൾ വേട്ടയാടുന്നു, വളച്ചൊടിക്കുന്നു. നിങ്ങളുടെ പിതാവിനെ വേട്ടയാടിയ പിണറായി ഇപ്പോഴും നിങ്ങൾക്ക് കൺകണ്ട ദൈവമാണ്. പാർട്ടി വിരുദ്ധരെയും ശത്രുവിനെയും വിളിച്ചുകൂട്ടി പിതാവിൻ്റെ ഓർമ്മ ദിവസം സമുചിതമായി ആഘോഷിച്ചു. പിണറായിയെ കൊണ്ട് പുസ്തകം പ്രകാശിപ്പിച്ചു. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പിണറായി കാണിച്ച കരുതലും കൈത്താങ്ങും പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കണ്ണു നിറയുകയാണല്ലോ. ഇതൊന്നും കാണുമ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കില്ല സുഹൃത്തെ. 23 വർഷമായി ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് ചാണ്ടി പറയുന്നത്. അച്ഛൻ്റെ കാലം മുതൽ പ്രവർത്തിച്ചു വന്നവർ ഇപ്പോഴും കടത്തിണ്ണയിൽ കിടക്കുകയാണ് ചങ്ങാതി. 55 വയസ്സുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ ഒരിടത്തും എത്തിയില്ല. ഇത്ര അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരൻ എന്താണ് പാർട്ടി നിശ്ചയിച്ച പരിപാടിക്ക് പോകാതിരുന്നത്? കോൺഗ്രസിനെ തകർക്കാൻ പുറത്തുള്ള ശക്തികൾ കരുതിയിരിക്കുകയാണ് പോലും. കോൺഗ്രസിനെ തകർക്കാൻ പുറത്തുള്ള ആരും വേണ്ട ചങ്ങാതി, നിങ്ങളകത്തുള്ളവർ ധാരാളം മതി. ഇന്നലെ ചാണ്ടി പറഞ്ഞ വാക്കുകൾ കേട്ട് നാട്ടിലെ സകല കോൺഗ്രസ്സുകാരും ഞെട്ടിയിട്ടുണ്ട് സുഹൃത്തെ. അപ്പയുടെ ഓർമ്മ ദിവസം പിണറായിയെ പൊക്കിക്കൊണ്ടുവന്ന നിങ്ങൾ കാണിച്ച ആ ഒരു സ്തുതി ഉണ്ടല്ലോ, അതുമാത്രം മതി താങ്കൾ ആരാണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കാൻ. ചാണ്ടിയും കണക്കാ, വർക്കിയും കണക്കാ. എന്നെ സ്ഥലം മാറ്റി ദ്രോഹിച്ചുവെന്നാണ് വർക്കിയുടെ പരാതി. അച്ചടക്കമുള്ള പ്രവർത്തകനെന്ന നിലയിൽ ഞാനത് അംഗീകരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ ഭയമാണ്. കോൺഗ്രസ്സുകാർ അച്ചടക്കമെന്ന് പറയുമ്പോൾ പേടിച്ചു തുടങ്ങണം. നാട്ടുകാരോടും പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാരോടുമൊക്കെ അനുവാദം ചോദിച്ചിട്ടായിരുന്നു ചാണ്ടി നിങ്ങളെ പാർട്ടി പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതിന് ചാണ്ടിയോട് സമ്മതം ചോദിച്ചിരുന്നു. കോൺഗ്രസ്സുകാരുടെ സൈബർ അറ്റാക്ക് കാരണം എൻ്റെ കുടുംബം വല്ലാതെ വേദന അനുഭവിക്കുന്നു പോലും. നിങ്ങളുടെ കുടുംബത്തിന് തീരാത്ത വേദനയും നാറ്റക്കേസും സമ്മാനിച്ച പിണറായി വിജയൻ നിങ്ങൾക്ക് മാതൃകാ പുരുഷനാണ് താനും. മാതാവിനും പിണറായിയെപ്പറ്റി ഒരു പരാതിയുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുലിനെ നീക്കിയത് നോട്ടീസ് കൊടുത്ത് സമ്മതം വാങ്ങിയാണോ ചാണ്ടി? ശശി തരൂരിനെ പോലെ കോൺഗ്രസിൻ്റെ വിശ്വപൗരനാണ് ഞാൻ എന്നൊരു തോന്നൽ എങ്ങനെയോ ചാണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല ചാണ്ടി, വടകരയിൽ ഷാഫി പറമ്പിലും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടവും അനുഭവിച്ച രാഷ്ട്രീയ വേട്ടയാടൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? പുരപ്പുറത്ത് കയറാൻ അണികൾ തയ്യാറായി നിൽക്കുന്നതിൻ്റെ ഒരു കൂസലില്ലായ്മയുണ്ടല്ലോ ചാണ്ടിക്ക്. എന്തു പറഞ്ഞാലും അപ്പൻ്റെ ഓർമ്മകളെ കൂട്ടുപിടിക്കും. അപ്പനല്ല മകനെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കോൺഗ്രസിനെ ഈ പരുവത്തിലാക്കിയ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെപ്പോലെ നാളെ ചാണ്ടിയും താമരയോ ചുറ്റികയോ തേടി പോകില്ല എന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരനും ഉറപ്പില്ല. പിണറായി മൂന്നാമതൊന്നുകൂടി വരണമെന്ന് ചിലപ്പോൾ ചാണ്ടിക്കും മോഹം കാണും. കാരണം താങ്കളെ വല്ലാതെ സ്വാധീനിച്ച നേതാവാണല്ലോ അദ്ദേഹം. ഈ നാട്ടിലെ കമ്മികൾ അല്ലാത്തവരെല്ലാം ഈ ദുർഭൂതത്തിൽ നിന്നും മോചനമാണ് ആഗ്രഹിക്കുന്നത്. ഹരിപ്പാട്ടെ ഉസ്മാനുമുണ്ട് ചില്ലറ ചൊറിച്ചിൽ. ഇന്നലെ മരുമകൻ റിയാസിനൊപ്പം നിന്ന് ചുവന്ന ബലൂൺ ആകാശത്തേക്ക് പറത്തുന്നത് കണ്ടു. അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരെയെന്ന ചോദ്യത്തിന് അദ്ദേഹം കയറി അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. ദേ നിൽക്കുന്നു അബിൻ വർക്കി. അതോടെ വർക്കിക്കും വലിയ പ്രതീക്ഷയായി. ഫലം വന്നപ്പോൾ ആരും കൈപിടിച്ച് മുന്നിൽ നിർത്താനില്ലാത്ത ഒരു തൃശ്ശൂരുകാരൻ പ്രസിഡന്റായി. അങ്ങനെ ആരുമില്ലാത്തവർക്ക് ഹൈക്കമാൻഡ് ഉണ്ടാവുക എന്നത് ഒരു നല്ല കാര്യമല്ലേ? എന്നെ ഡൽഹിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നുവെന്നായി വർക്കിയുടെ കരച്ചിലപ്പോൾ. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി കോട്ടയം ഭദ്രാസനവും രംഗത്ത് വന്നിട്ടുണ്ട്. ചാണ്ടിയുടെയും വർക്കിയുടെയും കണ്ണീരൊപ്പണമെന്നാണ് മെത്രാപ്പോലിത്ത പറയുന്നത്. സഭയുടെ കുഞ്ഞാടുകളൊക്കെ യൂത്ത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കൂടി ഒരു ഇടയലേഖനം ഇറക്കൂ തിരുമേനി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ മെത്രാപ്പോലിത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മെൻറ്ററായി നിയമിക്കണം. ഒരു പാവം പിടിച്ച രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോയിട്ട് താടി വടിക്കാൻ പോലും സമയം കിട്ടാതെ നാടാകെ നടന്ന് പാർട്ടിയെ പൊക്കിക്കൊണ്ടുവരാൻ പെടാപ്പാട് പെടുകയാണ്. ഇവിടെ കൗബീനമഴിഞ്ഞ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തെരുവിൽ കിടന്ന് തല്ലുകൂടുകയാണ്. അപ്പോൾ കഷ്ടകാലത്തിന് പാർട്ടി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നത് മുതൽ പാളയിലിരുത്തി വലിക്കുന്നത് വരെ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ചോദിച്ചു വരും. എൻ്റെ ഗ്രൂപ്പിന് മന്ത്രിയില്ലേ എന്നാകും അവരുടെ കരച്ചിൽ.